നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2025 നവംബർ 21 വെള്ളി. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനി 2025 നവംബർ 22 ശനി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി, വിഡ്രോവലിനുള്ള അവസാന തീയതി 2025 നവംബർ 24 തിങ്കൾ. ആവശ്യമുള്ള പക്ഷം ജില്ലകളിൽ വോട്ടെടുപ്പ് നടത്തുന്നതിനുള്ള തീയതി. 2 ഘട്ടമായിട്ടാണ് ഇത്തവണ പോളിംഗ് നടത്തുന്നത്. കഴിഞ്ഞ തവണ അത് 3 ഘട്ടമായിരുന്നു. അത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 3 ഘട്ടമായിരുന്നു. ഇത്തവണ 2 ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 7 ജില്ലകളിൽ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. ഡിസംബർ 9നും ഡിസംബർ 11നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൌണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 18. ഞാൻ ഈ ഷെഡ്യൂൾ ഒന്നുകൂടെ പറയാം. Notification of the Election Commission and publication of election notices issued by the returning officers. November 14th, 2025, Friday. Last date for filing nominations, November 21st, 2025, Friday. Scrutiny of nomination papers, November 22nd, 2025, Saturday. Date of polling, Trivandrum, Kollam, Pathanamthitta, Alappuzha, Kottayam, Idukki and Ernakulam districts, December 9th, Tuesday. Thrissur, Palakkad, Malappuram, Kozhikode, Wayanad, Kannur and Kasaragod districts, December 11th, 2025. Date of counting, December 13th, 2025, Saturday. Last date to complete the election process, December 18th, 2025, Thursday. Thank you. ഇപ്പോൾ നൽകിയിരിക്കുന്ന തീയതി അനുസരിച്ച് നവംബർ 14th നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്, സപ്ലിമെന്ററി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇല്ല, നമ്മൾ എല്ലാ കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷമാണ് കൺസേൺ ഡിപ്പാർട്ട്മെന്റ് അത് ഇയർമോ നിർദ്ദേശിക്കാതെ സൗകര്യം ഏർപ്പെടുത്താം. കഴിഞ്ഞ തവണ അത് 1800 ആയിരുന്നു. ഇത്തവണ നമ്മൾ അത് കണക്കെടുക്കുന്നതേ ഉള്ളൂ. അല്ല, അത് കഴിഞ്ഞു, അവസരം കഴിഞ്ഞു. അതായത് വോട്ടേഴ്സ് ലിസ്റ്റിലെ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ പേര് ചേർക്കാമെന്നുള്ള വ്യവസ്ഥയുണ്ട്. പക്ഷേ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷനിൽ ഒരാളെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 8th ഡേ ആണ് ഹിയറിംഗിന് വരുന്നത്. ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം അത് ഫൈനലൈസ് ചെയ്യുന്നതിനുള്ള സാവകാശം കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഈ നോമിനേഷനും 10 ദിവസം മുമ്പ് ഈ നടപടികൾ അവസാനിപ്പിക്കുന്നത്. അപേക്ഷ കൊടുക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ അപേക്ഷ പരിഗണിക്കുന്നതെല്ലാം ഇലക്ഷന് ശേഷമായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും. മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിയും. അതിനാണ് സപ്ലിമെന്ററി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. 14 മുതൽ കൊടുക്കാം. 14 മുതൽ 21 വരെ.
2020 പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിരുന്ന ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് 4 തവണ ഒരു പുതുക്കലിന് വിധേയമാക്കിയിട്ടുണ്ട്. ഈ 4 തവണയും വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാവർക്കും നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് 2025 2 തവണയാണ് ഇലക്ഷൻ മുന്നോടിയായിട്ട് സമ്മറി റിവിഷൻ നടത്തിയത്. അവസാനം ഒരു അവസരം കൂടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അല്ല, അത് ഓൾറെഡി സോർട്ടഡ് ഔട്ടാണ്. കാരണം സിഇഒയും അതേപോലെ തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ച് സിഇഒ എങ്ങനെയാണ് BLOമാരെ ക്രമീകരിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായിട്ട് ഉദ്യോഗസ്ഥരെ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് കളക്ടർമാരൊന്നും തന്നെ ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥർ നമുക്കുണ്ടാകും. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ കഴിയും. സംസ്ഥാനത്തെ 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന്റെ തീയതിയായിരിക്കുന്നു. 2 ഘട്ടങ്ങളിലായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ടം ഡിസംബർ 9-നും രണ്ടാം ഘട്ടം ഡിസംബർ 11-നും. ആദ്യഘട്ടത്തിൽ എറണാകുളം വരെ, തിരുവനന്തപുരം തൊട്ട് എറണാകുളം വരെയുള്ള തെക്കൻ ജില്ലകളും, രണ്ടാം ഘട്ടത്തിൽ എറണാകുളം തൊട്ട് വടക്കോട്ടുള്ള 7 ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കും. കിരൺ ബാബു വിവരങ്ങളുമായി. കിരൺ, ഇനി 29 ദിവസം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഉത്സവം എന്ന് തന്നെ പറയാം. തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, നമ്മുടെ മുറ്റത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്, ഏറ്റവും ആവേശമുണ്ടാവുന്ന തെരഞ്ഞെടുപ്പാണ്. അതിന് 1 മാസം തികച്ചില്ല, 29 ദിവസമേ ഉള്ളൂ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ പറഞ്ഞ പോലെ തന്നെ ഇനി കൃത്യം 1 മാസം മാത്രമാണ് മുന്നിലുള്ളത്. ഈ 1 മാസത്തിനുള്ളിലാണ് എല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഉത്സവം നടക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ കഴിയുന്ന അവസരമുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. സാധാരണ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ഉൾപ്പെടുന്നവർക്ക് 3 വോട്ടാണ് ചെയ്യാൻ കഴിയുന്നത്. ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും. കോർപ്പറേഷനുകൾ മാത്രമാണ് അവർക്ക് 1 വോട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നതും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ്. വിജ്ഞാപനം നവംബർ 14-ാം തീയതി വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത്. നവംബർ 21-ാം തീയതി വെള്ളിയാഴ്ചയാണ് അവസാന ദിവസം, നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന ദിവസം. ഇന്ന് നവംബർ 10 കഴിഞ്ഞു. ഈ കേവലം 10 ദിവസങ്ങൾ മാത്രം, അടുത്ത 10 ദിവസത്തിനുള്ളിൽ കൊണ്ട് കേരളത്തിലെ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അന്തിമമായി സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ കൊടുക്കേണ്ട അവസ്ഥ. തൊട്ടടുത്ത ദിവസം തന്നെ നവംബർ 22-നാണ് സൂക്ഷ്മ പരിശോധന. 24 വരെയാണ് പിൻവലിക്കാനുള്ള അവസാന തീയതി. പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞാൽ ഡിസംബർ 9-ന് ആണ് ആദ്യഘട്ട